നല്ലോണം സ്ട്രെച്ച് ചെയ്തിട്ട് അതോട്ട് മുഴുവൻ വലിച്ചോ. വന്നോ ഞാൻ അദ്ദേഹത്തിനോട് കളിക്കുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ശരിക്കും ഡബിൾ ഡ്രോസ്. ഡബിൾ ഡ്രോസിലൊക്കെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. ഇത് നോർമലി നമ്മുടെ നാട്ടിലെ കേരളത്തിലുള്ള എല്ലാവരും സ്മാർട്ടായിട്ട് അടിക്കുന്നുണ്ടല്ലേ. അതാണ് ഇപ്പൊ ഇവൻ ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ ചെയ്യുന്ന അതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. നീ ചെയ്യുന്നത് ചിലപ്പോ ആയിരിക്കും. താൻ്റെ ഒരു പൊന്ന് അടി പിടിക്കും, മേലെ പിടിക്കും. ഓ അതന്നെ. ചിലപ്പോ ഫ്രണ്ടിലൊന്ന് കൈവെക്കേണ്ടി വരും കേട്ടോ. വന്നോ. ബാൻഡ് ഇല്ലാത്തോണ്ട് ഒരു പമ്പിങ് കിട്ടും. വരുന്നില്ല. ഹെവിയറാ. മുട്ടിക്കറോ ഭയങ്കര ഹെവിയാണ്. നീ കൂട്ടണ്ട. ഞാൻ ഓർക്കില്ലേ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് നമ്മൾ ഇതാണ് ഏറ്റവും ടോപ്പ് അടിച്ചാ ഫൈനൽ സെറ്റ് അടിച്ച് വെയിറ്റാ. ബീഫ് ആൻഡ് റൈസ് ആണ് വരുമോ. ഇന്ന് ബീഫ് തീർന്നു പോയി. അതുകൊണ്ട് നമുക്ക് കുറച്ച് റൈസും ചിക്കനും ഉണ്ടാക്കാം. സോ ഒരു 100 ഗ്രാം ചിക്കൻ, ഒരു 200 ഗ്രാം റൈസ്. കത്തിക്ക് മൂച്ചിലുണ്ട് വെട്ട് കത്തി വന്നിട്ടുണ്ട്. പക്ഷെ എങ്ങനെ കഴിക്കുന്നു എന്നുള്ളത് അമ്മയ്ക്ക് അറിയില്ല. സോ ഇന്ന് അമ്മ കാണുമ്പം പുള്ളിക്കാരി വീഡിയോ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ അടുത്ത ദിവസം വിളിച്ചിട്ട് നല്ല രീതിക്ക് പറയും. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മട്ടല് വെട്ടിയടിക്കും, ഉറപ്പാണ്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ടുഡേ ബാക്ക് ഡേ ആണ്. സോ നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് കിച്ചൺ തുടങ്ങാം. ഓക്കെ. സോ എൻ്റെ പ്രീ വർക്കൗട്ട് മീല്, നമുക്ക് പ്രീ വർക്കൗട്ട് മീല് യൂഷ്വലി എനിക്ക് ബീഫ് ആൻഡ് റൈസ് ആണ് വരുമോ. സോ ഇന്ന് ബീഫ് തീർന്നു പോയി. അതുകൊണ്ട് നമുക്ക് കുറച്ച് റൈസും ചിക്കനും ഉണ്ടാക്കാം. സോ ഒരു 100 ഗ്രാം ചിക്കൻ, ഒരു 200 ഗ്രാം റൈസ്. യൂഷ്വലി ഞാൻ 150 ഗ്രാം റൈസ് എടുക്കാറ്. സോ ഇന്ന് ഹൈ കാർബ് എടുക്കണം ബിക്കോസ് ബാക്ക് ഡേ ആണ്. ഓക്കെ. സോ ഫസ്റ്റ് നമുക്ക് ചിക്കൻ കുക്ക് ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് ചിക്കൻ കട്ട് ചെയ്യണം. സോ എൻ്റെ അമ്മയ്ക്ക് അറിയില്ല കേട്ടോ ഞാൻ എന്താ കഴിക്കുന്നത്. ഞാൻ അമ്മനെ വിളിക്കുമെന്നും പറയാറൊന്നുമില്ല എന്താ കഴിക്കാന്ന്. സോ കുറച്ച് എന്താ പറയുക, കുറച്ചൊക്കെ പറയാം അമ്മയോട്. പക്ഷെ എങ്ങനെ കഴിക്കുന്നു എന്നുള്ളത് അമ്മയ്ക്ക് അറിയില്ല. സോ ഇന്ന് അമ്മ കാണുമ്പം പുള്ളിക്കാരി വീഡിയോ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ അടുത്ത ദിവസം വിളിച്ചിട്ട് നല്ല രീതിക്ക് പറയും. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മട്ടല് വെട്ടിയടിക്കും, ഉറപ്പാണ്. ബിക്കോസ് അമ്മയുണ്ടല്ലോ നല്ലപോലെ കഴിപ്പിക്കും എന്നെ നാട്ടിലുള്ള സമയത്ത്. ഞാൻ തടിച്ചല്ല ഉണ്ട പോലെ ആവുമായിരുന്നു. ഇപ്പം മെലിഞ്ഞുണങ്ങിയിട്ട് അമ്മ എപ്പോൾ വിളിക്കുമ്പോൾ പറയടാ മുഖമെല്ലാം മെലിഞ്ഞു. സോ കേസ് ചിക്കൻ നമ്മൾ എപ്പോഴും ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാറുള്ളൂ. ബിക്കോസ് ഒരുപാട് വലിയ പീസായി കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. സോ ചെറിയ പീസാണ് എപ്പോഴും ബെറ്റർ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് അത്രേ വേണ്ടു. നമുക്ക് 10 to 15 മിനിറ്റ്സ് നമുക്കത് എയർ ഫയറിലിട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. വളരെ ഈസിയാണ്. എൻ്റെ എല്ലാ മീൽസും വളരെ ഈസിയാണ് ഗൈസ്. ലൈക്ക് എല്ലാം മോസ്റ്റ്ലി ബോയിൽഡ് ആണ്, 0 ഓയിൽ. ഞാൻ ഓയിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഒരു വീക്ക്ലി വൺസ് യൂസ് ചെയ്യും. അല്ലെ സംടൈംസ് എനിക്ക് വല്ലാതെ എന്താ പറയുക എക്സ് ഒക്കെ കഴിക്കുമ്പോൾ ചില സമയത്ത് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ചില സമയത്ത് ഫ്രൈ ചെയ്ത് കഴിക്കാറുണ്ട്. മോസ്റ്റ്ലി ഞാൻ എപ്പോഴും ബോയിൽഡ് തന്നെയാണ് കഴിച്ചാൽ ശീലമായി. സോ അങ്ങനെയാണ്. സോ എൻ്റെ ഇൻഗ്രീഡിയൻസ് അതിന് മാത്രമൊന്നുമില്ല. ജസ്റ്റ് ലൈക്ക് യുനോ പെപ്പർ ആൻഡ് സാൾട്ട് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ബിക്കോസ് ചിക്കനിൽ പെപ്പർ ആൻഡ് സാൾട്ട് വരും. സംടൈംസ് ഞാൻ ബീഫിൽ നമ്മൾ ഇന്ത്യൻസ് ഒക്കെ ആയതുകൊണ്ട് മീറ്റ് മസാലാസ് യൂസ് ചെയ്യാറുണ്ട്. സോ അധികമൊന്നുമില്ല, വളരെ കുറച്ച്. വീക്ക്ലി വൺസ് മാത്രം, ചില സമയങ്ങളിൽ മാത്രം. വൺസ് എന്ന് പറയാൻ പറ്റില്ല, 2 to 3 ടൈംസ് ഞാൻ മീറ്റ് മസാലാസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. എപ്പോഴും ഒരുപോലെ കഴിച്ചു കഴിഞ്ഞാൽ മടുക്കൂലേ, അതുകൊണ്ട്. സോ കുറച്ച് പെപ്പർ ഇടുക. ദെൻ കുറച്ച് സാൾട്ടിന് അങ്ങനെ കണക്കൊന്നുമില്ല, എനിക്കങ്ങനെ അറിയില്ല. കുറച്ചങ്ങനെ ഇടാം, ഇത്രേ ഉള്ളൂ. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഓക്കെ. സോ നമുക്കിതൊരു 10 to 15 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ വെച്ച് നോക്കാം. ഓക്കെ. കൈ സ്ലിപ്പ് അറിയാനുള്ള നടക്കുന്നില്ല. താഴോട്ടല്ല, അതന്നെ ഞാൻ തിരിക്കുന്നേ. കൈ സ്ലിപ്പാടാ വരുന്നില്ല, കണ്ടോ? ഓക്കെ. സോ നമുക്ക് ഇത് റെഡി ആകുമ്പോഴത്തേക്ക് സാലഡ്സ് സെറ്റ് ചെയ്യാം. സാലഡ്സ് നമുക്ക് അധികമൊന്നുമില്ല, ലൈക്ക് ഒരു കുക്കുംബർ ആൻഡ് ഓൾസോ ക്യാരറ്റ്, അത്രേ ഉള്ളൂ. ഈ ബ്രോക്കോളി, അതുപോലെ കോളിഫ്ലവർ, ഇതുപോലത്തെ
എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവം നമ്മൾ വെക്കാറില്ല. ബിക്കോസ് നല്ല ക്യാഷ് ചെലവുണ്ട്, അതുകൊണ്ടാണ്. അല്ലാതെ തന്നെ ഇതിനൊടുക്കത്തെ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, നല്ല ചിലവുണ്ട്. ചിലവെന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്നൊന്നും താങ്ങാൻ പറ്റത്തില്ല. സോ അതുകൊണ്ടാണല്ലോ ഇതിനകത്ത് എല്ലാവരും ഉണ്ടാകാറ്. കത്തിക്ക് മൂച്ചിലുണ്ട് വെട്ട് കത്തി വന്നിട്ടുണ്ട്. സോ റൈസ് കുക്കായിട്ടുണ്ട്. റൈസ് നേരത്തെ നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സോ ഇതിൻ്റെ സാറിന് ഞാൻ മെഷർ ചെയ്താണ് കഴിക്കുന്നത്. സോ ഇതിനകത്ത് നിന്ന് കിച്ചൺ മെഷർമെൻറ്റ്, എൻ്റെ മെഷർമെൻറ്റിന് ചാർജ് തീർന്നത്, അതുകൊണ്ട് ഞാൻ ബാറ്ററി മേടിക്കണം. സോ നമുക്ക് ഏകദേശം ഒരു കണക്കിലിടാം. ജസ്റ്റ് ലൈക്ക് ഒരു നമ്മൾ നേരത്തെ വെച്ച ചിക്കൻ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റാം. റെഡി ആയിട്ടുണ്ട്. യൂഷ്വലി ഞാൻ ബീഫായിരുന്നു, ഞാൻ പറഞ്ഞില്ല ബീഫായിരുന്നു. സോ ഇന്നിപ്പോൾ നമ്മൾ ചിക്കനാണ് എടുത്തത്. ഓക്കെ, ചിലപ്പോൾ നമുക്ക് മീൽസ് അങ്ങനെ കഴിച്ചെന്ന് വെച്ചിട്ട് ഞാൻ മോസ്റ്റ്ലി എൻ്റെ എല്ലാ മീൽസിനകത്തും 100 ഗ്രാം ആണ് ഈ പ്രോട്ടീൻ സോഴ്സിൻ്റെ എല്ലാം വരുന്നത്. ലൈക്ക് ബീഫാണെങ്കിൽ 100 ഗ്രാം വരും, ചിക്കനാണെങ്കിൽ 100 ഗ്രാം വരും, ഫിഷ് ആണെങ്കിൽ മാത്രം ഒരു 200 ഗ്രാം. സംടൈംസ് എനിക്ക് ഫിഷ് ഇപ്പോൾ തരായിട്ടില്ല. ആസ് എ ഫിറ്റ്നസ് എക്സ്ട്രീം ലെവലിൽ നിന്ന് പറയാൻ പറ്റില്ല. ഒരു മീഡിയത്തിൽ നമുക്ക് നല്ല രീതിക്ക് ഫിറ്റായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ലൈക്ക് ഞാൻ ഇങ്ങനെയാണ് കഴിക്കാറ്. സോ എൻ്റെ കോച്ച് ഇങ്ങനെ കഴിക്കാനാണ് സജസ്റ്റ് ചെയ്യാറ്. സോ ഇങ്ങനെ കഴിക്കണം എന്ന് ഞാൻ പറയില്ല. സോ എല്ലാവരും ഇങ്ങനെ കഴിക്കാറില്ല. ഞാൻ ഇങ്ങനെയാണ് കഴിക്കുന്നത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. ഇങ്ങനെ കഴിക്കാം. ദെൻ ഇത് കഴിച്ചിട്ട് നമുക്ക് ബാക്ക് ഹിറ്റ് ചെയ്യാൻ പോവാം. സോ ഇന്ന് എൻ്റെ കോച്ച് ഇല്ല, അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടോടെ കളിക്കാൻ പോകും. സോ ഞങ്ങൾ യാത്ര ഒന്നിച്ചാണ് കളിക്കാറ്. ഞങ്ങൾ സാധാരണ ബാസിത്ത് എന്നാണ് അവൻ്റെ പേര്. ഞങ്ങൾ ഒന്നിച്ച് കളിക്കാം. ഇന്നിപ്പോൾ അവൻ്റെ കൂടെ കളിക്കാന്ന് വെച്ചു. സാധാരണ കോച്ച് ഉള്ളപ്പോൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിരിക്കും. അവനാകുമ്പം അടിയെല്ലാം കണക്കാൻ, ബിക്കോസ് നമ്മൾ മാറ്റായിട്ട് അടിക്കാറുള്ളൂ. സോ അതുകൊണ്ട് ഇന്ന് വീഡിയോ ചിലപ്പോൾ അദ്ദേഹം കണ്ടു കഴിഞ്ഞാട്ടുള്ളൂ. അദ്ദേഹം പറയും അടി മീൻസ് കളിയൊന്നും ശരിയായിട്ടില്ല എന്ന് പറയും. സോ ഞങ്ങൾക്ക് തോന്നിയ പോലെ കളിക്കാറുള്ളൂ. മീൻസ് അങ്ങനെ ഷെഡ്യൂൾ വന്നിട്ട് ഇങ്ങനെ കളിക്കണം അങ്ങനെ കളിക്കണം എന്നൊക്കെ പറയുന്നത് നമുക്ക് ആ ഒരു അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളതും ഇപ്പം ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് കളിക്കുന്നതൊക്കെ വ്യത്യാസമുണ്ട്. സോ ഇന്നത്തെ കുറച്ച് ഇതായിരിക്കും. അതുപോലെ വീഡിയോ എടുക്കാൻ ഇന്ന് ഫ്രണ്ടില്ല, എങ്ങനെ ആവും എന്നറിയില്ല. ഫ്ലോപ്പായാലും നമ്മളത് ഇടും. ഓക്കെ, കാരണം നമുക്ക് റെഗുലറായിട്ട് പോകണം, അല്ലെങ്കിൽ സെറ്റ് ആകത്തില്ല. അതുകൊണ്ട് ഓക്കെ, അപ്പോൾ നമുക്ക് ജിമ്മിൽ കാണാം. സെക്കൻഡ് വീഡിയോ ടുഡേ ബാക്ക് ഡേ. സോ ഇന്ന് എൻ്റെ കോച്ച് ഇല്ല, അതുകൊണ്ട് എനിക്ക് വേറെ കോച്ച് വന്നിട്ടുണ്ട്. സോ നമുക്ക് അങ്ങനെ നോക്കാം. ഇവനെൻ്റെ കോച്ച് ബാസിത്ത്. ഇപ്പൊ കോച്ച് ഇല്ലാത്ത സമയത്ത് ഇവനെൻ്റെ കോച്ചായിട്ട് വേണം. എൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ ഒന്നിച്ച് കളിക്കാറ്. ഓക്കെ, രാത്രി നമ്മൾ ഒന്നിച്ചാണ് വർക്കൗട്ട് ചെയ്യാം മോസ്റ്റ്ലി. കോച്ച് വീക്കിലി വൺസ് ഒക്കെ വന്നാലായി. സോ ഇന്നിപ്പോൾ ഇവനോട് കളിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പം മാട്ടടിയുടെ ആളാണ്, മാട്ടടി. ഓക്കെ, സോ ഫസ്റ്റ് ലാറ്റ് പുള്ളോ ആണ്. ലാറ്റ് പുള്ളോ നമ്മൾ 3 വർക്കിംഗ് സെറ്റ് ചെയ്യും, 2 വാം അപ്പ് സെറ്റ് ചെയ്യും. ഓക്കെ, അടിമോനെ. ഷോൾഡർ മാറിയല്ലേ. ബാസി മാട്ട വേണ്ട, ഫോക്കസ്. ആ 4 5 6 7 8 9 10 1. ഓക്കെ, 2 ഓക്കെ, 3 നമുക്ക് ഓക്കെ മാക്സിമം അടിക്കും. One, 2, 3, 4, 5. പതുക്കെ മെല്ലെ അടിക്കണം. ചില കാര്യം നല്ലോണം സ്ട്രെച്ച് ചെയ്തിട്ട് അങ്ങോട്ട് മെല്ലെ വലിച്ചോ. 1, 2, 3, 4, 5. ഇന്ന് വീഡിയോ ആയതുകൊണ്ട് മാത്രമാവും നല്ല വൃത്തിക്ക് അടിക്കുന്നതാണ്. അല്ല ഫുള്ളും മാറ്റാണ്, അടിച്ചടിച്ച് കയറലും ഉണ്ടാവുള്ളൂ വെയിറ്റ് കൂട്ടി. ചെന്നക്കാട്ടി നോക്കാം.
അടിയോനെ സ്വാമ്പ് എന്ന് പറഞ്ഞാൽ ഹെവി വെയിറ്റ് അത്. ഇത് ചെറിയ കാലുള്ളി പോന്നു. One, two, three. Go easy. ഹെൽപ്പ് വേണം. 6, 7. Last one. കുറച്ച് കൂടുതലാണ്. വേണം ഒന്ന് കുറച്ചിട്ടടിച്ചോ. അമ്മോ ഷോൾഡർ മാറിയല്ലേ. നെക്സ്റ്റ് വൺ ഫുൾ ഓവർ. ഫുൾ ഓവർ എനിക്ക് എൽബോയിൽ ചെറിയ പെയിൻ ഉള്ളതുകൊണ്ട് കോച്ച് അത് മാറ്റിയിട്ട് സ്ട്രൈറ്റ് ഓൺ പുഷ് ഓൺ ചെയ്യാമെന്ന് പറഞ്ഞത്. സോ ഇത് 3 വർക്കിംഗ് സെറ്റ്സ് 10 റെപ്പിറ്റേഷൻ. Two, 3, 4, 5, 6, 7. സോ ഫ്ലോർ കുറച്ച് സ്ലിപ്പറിയാണ് കഴിച്ചത്. അതുകൊണ്ട് എനിക്ക് ഫ്ലോറിൽ എന്നാൽ എനിക്ക് ബോഡി വെയിറ്റ് ഇല്ല. പല എക്സസൈസ് ഇവൻ എനിക്ക് പിടിച്ച് താങ്ങി തരിക. കാരണം എനിക്ക് അടിയിൽ വെയിറ്റ് കുറവായുണ്ട്. സോ എനിക്ക് ഇരിപ്പ് കിട്ടില്ല. ഞാൻ ചിലപ്പോൾ പൊങ്ങി പോകും ചില ഓവർ വെയിറ്റ് ഒക്കെ എടുക്കുമ്പോൾ. സോ എല്ലാവരും ഞാൻ ഭയങ്കര ഹെവി സൈസ് ഉണ്ടാവും. ഒരു 76 kg ഉണ്ട്. ബട്ട് ലുക്കിംഗ് വെരി ലീൻ. പക്ഷെ എന്നെ പിടിക്കേണ്ട ഇവിടെ ചിലപ്പം നോക്കടാ. 1, 2, 3. താൻ്റെ ഒരു പൊന്ന് അടിയിൽ പിടിക്കും, മേളിൽ പിടിക്കും. ആ അതന്നെ. 5, 6, 7, 8. 2 more. Last. ഇവനെന്നെക്കാട്ടി ബോഡി വെയിറ്റിനോണ്ട് കുഴപ്പമില്ല. അവന് പിടിക്കേണ്ട ആവശ്യമൊന്നും അവൻ അല്ലാതെ അടിക്കും. എത്രയാടാ? 5, 6, 7. ഇതിപ്പോ എന്നെ കണ്ട ബിൽഡറാന്ന് തോന്നത്തില്ല. ഇവനാണ് ബിൽഡർ. സോ നെക്സ്റ്റ് T-bar row guys. So 2 warm-up 8, 3 working set also 8. സോ ഇപ്പൊ എന്താ ഇങ്ങനെ തരുന്നത് എനിക്കറിയില്ല. മോസ്റ്റ്ലി എനിക്ക് റെപ്പിറ്റേഷൻ 15, 12, 10, 8 ആയിരുന്നു. സോ ഇപ്പോൾ എൻ്റെ റെപ്പിറ്റേഷൻ ഉള്ള വെയിറ്റ് അല്ലെങ്കിൽ 10 കണ്ടിന്യൂസ് ഓൾ വെയിറ്റ് 10 അല്ല 8ലാണ് പോകുന്നത്. അതും ഹെവി ആയിരിക്കും. ബിക്കോസ് നമ്മൾ ലീൻ മാസ് ബിൽഡ് ചെയ്യുന്നതുകൊണ്ട് സോ കുറച്ച് എന്താ പറയുക റെപ്പിറ്റേഷൻ കമ്മിയായിരിക്കും. പക്ഷേ ഹെവി ഫോക്കസ്ഡ് ആയിരിക്കും. സോ ആക്ച്വലി ഐ ഡോണ്ട് ലൈക്ക് ദിസ് വൺ. മെഷീൻ ബ്രീത്തിങ് കിട്ടില്ല. ബ്രീത്തിങ് ഒരു പ്രോബ്ലമാണ്. മോസ്റ്റ്ലി എല്ലാവർക്കും മെഷീൻ അങ്ങനെ ഇട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല. ബിക്കോസ് ഇത് ബ്രീത്തിങ് കിട്ടില്ല. പക്ഷേ ഇതിന് കട്ട്സ് ഇന്നർ ബാക്കിന് വളരെ നല്ല എക്സസൈസ് ആണ്. എൻ്റെ കോച്ച് മോസ്റ്റ്ലി എനിക്ക് തരുന്നത് ഇതാണ്. ബിക്കോസ് എനിക്ക് ബാക്കിന് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് കുറച്ച് ലോ ബാക്ക് പെയിൻ ഈസി ആയിട്ട് വരും. സോ അതില്ലാണ്ടാക്കാൻ വേണ്ടി യൂഷ്വലി എനിക്ക് നോർമൽ റോസ് തരാറില്ല, ഡംബൽ റോസ്. പക്ഷെ ഇന്നത്തെ ഷെഡ്യൂളിൽ ഡംബൽ റോ ഉണ്ട്. ബട്ട് എനിക്ക് ഇന്ന് T-bar റോ എല്ലാ എൻ്റെ ബാക്ക് ഷെഡ്യൂളിലും T-bar റോ ഇന്നർ ആൻഡ് ഓവർ ഔട്ടർ മസ്റ്റായിട്ട് തരാറുണ്ട്. സോ ഇത് ചെറുതാണ്. 1, 2, 3, 4. മെഷീൻ ചെറുതല്ല. ഇത് പുറത്തോട്ടുണ്ട് കുറെ. നമ്മളെടുത്ത് നമ്മൾ യൂഷ്വലി കളിക്കുന്നിടത്ത് കുറച്ചുകൂടെ വലുതാ. 2, 3, 4, 5, 6, 7, 4, 5, 6, 8. ബസ് ഇത്ര ബാൻഡിലാക്കൊണ്ട് ഒരു പമ്പിങ് കിട്ടും. വരുന്നില്ല. ഹെവിയറാ. 1, 2, 3, 4. മുട്ടിക്കറ ഭയങ്കര ഹെവിയാണ്. നീ കൂട്ടണ്ട. ഞാൻ ഓർക്കില്ലേ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് നമ്മൾ ഇതാണ് ഏറ്റവും ടോപ്പ് അടിച്ചാൽ ഫൈനൽ സെറ്റ് അടിച്ച് വെയിറ്റാ. 7.
വെയിറ്റ്. ഈ 2 സെക്കൻഡ് ഇതെന്നാ അത് മതി. വയ്യ ശരിയാ. 6 8 7 ലാസ്റ്റ് തിന്നെല്ലാം പുറത്ത് വന്നത്. കോച്ച് കണ്ട കോച്ച് എന്തായാലും ഒന്ന് ഉറപ്പായിട്ടും പറയാം. അടിച്ചെല്ലാം മാറ്റാണ്. അത് ഞാനല്ല നീ അടിക്കുന്നു. അടിച്ച പിന്നെ വാങ്ങി വെള്ളം ഇതാക്കി. സോ പ്രീ വർക്കൗട്ടിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതുകൊണ്ടാണ്. ചുമ്മാടാ ചുമ്മാടാ. ഈ 2 ഗ്രിപ്പ് തമ്മിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ. ആടാ അതന്നെ അത് ഊരുന്നു. ഇത് വരുന്ന ഗ്രിപ്പാണ്. വാ 3 തീർന്നു. അയ്യാ. ഓ ഡംബൽ റോ ബോത്ത് ഹാൻഡ്. സോ ഇത് വേറെ സ്റ്റൈലാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ അടിച്ച എന്തായാലും ആ സ്റ്റൈൽ വരത്തില്ല. അദ്ദേഹം കൊണ്ടുപോയി മാത്രം അടിച്ചതിന്റെ കാര്യമുള്ളൂ. ട്രൈ ചെയ്യാം. ഈ വീഡിയോ അദ്ദേഹം കണ്ടിട്ട് അദ്ദേഹം എന്തായാലും പറയും മാറ്റി ചെയ്യണമെന്ന്, അല്ലെങ്കിൽ റോങ് ആണെന്ന് പറയും. അതിന്റെ ഷെഡ്യൂൾ തന്നപ്പോഴേ പറഞ്ഞു എന്തായാലും തെറ്റിച്ച് അടിക്കുള്ളൂ. സോ അടിക്ക്, ഞാൻ നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. സോ നോക്കാം. പൈസ അടിക്കുന്ന ചിന്തയേ ഉള്ളൂ. അവിടെ ഉരുണ്ടിരിക്കുന്ന ആ കൂടെ പൈസ മാത്രമേ ഉള്ളൂ. എന്റെ ഉള്ളിലേക്ക് നീ വരാൻ കണ്ടായിരുന്നോ? എനിക്കാണ് പൈസ കിട്ടാറ്. 1 2 3 4 5 പോല മാട്ടടിയാ. മാട്ടടി അല്ല നടക്കൂല. സോ ഗൈസ്, ഇതിന്റെ ഒരു പ്രോമോ ടെക്നിക് ഉണ്ട്. ലൈക്ക് യുനോ ഡംബൽ റോസ് നോർമലി എല്ലാവരും ഇങ്ങനെ ചെയ്യാറ്. പക്ഷെ എന്റെ കോച്ച് എപ്പോഴും മോർ പെർഫെക്ഷൻ. അദ്ദേഹം പെർഫെക്ഷൻ്റെ ആളാണ്. സോ ഇതെന്തായാലും തെറ്റാണ്. ബിക്കോസ് എനിക്കെന്നെ അറിയാം, ഞാൻ മുമ്പ് അടിച്ചിട്ടുണ്ട്, മുമ്പ് കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടെ സെയിം ഡംബൽ റോ ഡിഫറെന്റ് സ്റ്റൈലാണ്. ലൈക്ക് ഐ വിൽ ഷോ യു ലേറ്റർ. ലൈക്ക് യുനോ കോച്ചുള്ള സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് കളിക്കുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ശരിക്കും ഡംബൽ റോസ്. ഡംബൽ റോസിലൊക്കെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. ഇത് നോർമലി നമ്മുടെ നാട്ടിലെ കേരളത്തിലുള്ള എല്ലാവരും സ്മാർട്ടായിട്ട് അടിക്കുന്നുണ്ടല്ലേ. അതാണ് ഇപ്പോൾ ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചെയ്യുന്ന അതാണോന്ന് എനിക്ക് അറിയത്തില്ല. നീ ചെയ്യുന്നത് ചിലപ്പോ ആയിരിക്കും. ബാക്ക് ഫിനിഷ് ആയി. സോ എന്റെ സ്പ്ലിറ്റ് എങ്ങനെയാ വെച്ചാല്, എനിക്ക് ലോ ബാക്ക് ആൻഡ് ലെഗ്സിനെല്ലാം സെപ്പറേറ്റ് കളറാണ് വരുന്നത്. എന്റെ സ്പ്ലിറ്റ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. കുറച്ച് വേറെ സ്റ്റൈലാണ്. ലൈക്ക് എന്താ പറയുക, ഷെഡ്യൂള് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് ലോ ബാക്കിന് ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ചെറിയൊരു ഇഞ്ചുറി സ്പോർട്സിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ക്യൂർ ചെയ്യാൻ അറൗണ്ട് 1 ഇയർ എടുത്തു. സോ അത് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് കാരണം എൻ്റെ കോച്ച് എപ്പോഴും അത് ഫോക്കസ് ചെയ്യാറുണ്ട്. അദ്ദേഹം അത് അഫക്റ്റഡ്, ബിക്കോസ് അത് വീണ്ടും തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്. സോ ചില സമയങ്ങളിൽ വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം കളിക്കാൻ. ലോവർ ബാക്കിൻ്റെ എക്സസൈസ് എല്ലാം. സോ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കളിക്കാറുണ്ട്. സോ എൻ്റെ ലോവർ ബാക്ക് ആൻഡ് ലെഗ്സ് ആംസ്ട്രിങ് സെക്ഷൻസ് എല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആണ്. ലൈക്ക് ചില സമയത്ത് ഹെവി വെയിറ്റ് ആയിരിക്കും, ചില സമയത്ത് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, ഡിഫറെൻറ്റ്. സോ ബൈസെപ്സ് 3 നമ്മൾ 10 reps തന്നെയാണ് അടിക്കുന്നത്. സോ വെയിറ്റ് ലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ലോഡ് ചെയ്യും, അല്ലെങ്കിൽ സെയിം വെയിറ്റ് തന്നെ അടിക്കും. ബട്ട് ലോഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. പുഷ്പാനില്ലാതെ കൈക്ക് പവർ കിട്ടുന്നുണ്ടോ? 5 6 man. റീമോ പ്രീ വർക്കൗട്ട് ശരിയായിട്ടില്ല. കേട്ട് കാണട്ടെ, പിള്ളേർ കാണട്ടെ. ഞാൻ പറഞ്ഞിട്ട് ആദ്യം രണ്ടാമത് കൊടുത്തു. അത് പമ്പുണ്ട് കേസ്. സോ ഫിസിക്കൽ അപ്ഡേറ്റ് ഞാൻ വേറൊരു വീഡിയോ ഇടാം. ഇന്നിപ്പോൾ സമയം, ബിക്കോസ് ഇത് ക്ലോസിംഗ് ടൈം ആയതുകൊണ്ട് നമ്മൾ ലേറ്റായി വർക്കൗട്ട് ചെയ്യാൻ. സോ ഫിസിക്കൽ അപ്ഡേറ്റ് ഞാൻ കമ്മിങ് വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്ഡേറ്റ്. സോ ഇന്നത്തെ സെക്ഷൻ ഇവിടെ തീരുവാണ് കേസ്. സോ കുഴപ്പമില്ല, ബിക്കോസ് നമുക്ക് ടൈം കുറവായിരുന്നു. എന്നാലും 5 കളിയാണ് 5 കളിയാണ് അതെന്ന് തോന്നുന്നു. സോ കുഴപ്പമില്ല. ബാക്കും അതുപോലെ ബൈസ് നല്ല പമ്പ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം കേസ്.